വയനാട് മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസ് യോഗത്തിലെ കയ്യാങ്കളിക്ക് പിന്നാലെ മർദ്ദന പരാതി. DCC പ്രസിഡന്റ് ND അപ്പച്ചനോട് തർക്കിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പിന്തുടർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി. ഷാജി പച്ചിക്കര, എബിൻ എടവനപ്പാറ എന്നിവരാണ് മർദ്ദിച്ചത്. DCC ജനറൽ സെക്രട്ടറി PD സജിയുടെ വിഭാഗമാണ് മർദ്ദിച്ചതെന്നാണ് ആരോപണം. ഈ വികസന സെമിനാറിൽ നേതൃത്വമായി ചെറിയ വാക്കുതർക്കമുണ്ടായി. ആ വാക്കുതർക്കത്തെ തുടർന്ന് സജി PD എബിനോട് എന്നെ വീട്ടിൽ കിടത്തി ഉറക്കുകയില്ല എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ ഭീഷണിയെക്കുറിച്ച് പരാതി പറയുന്നതിന് വേണ്ടി സ്റ്റേഷനിൽ വന്ന് ഞങ്ങൾ പരാതി തിരിച്ചു പോവുകയും ചെയ്തതാണ്. അതിനുശേഷം വൈകുന്നേരം ഞങ്ങളെ അന്വേഷിച്ച് 2 വണ്ടി ആൾക്കാർ, കൊല്ലത്തിലുള്ള ആൾക്കാരാണ്, പേരറിയില്ല, കണ്ടാൽ അറിയാവുന്ന 2 വണ്ടി ആൾക്കാർ വീട്ടിൽ വന്ന് ഞങ്ങളെ അന്വേഷിക്കുകയും അവർ തിരിച്ചു പോവുകയും ചെയ്തതാണ്. ഞങ്ങൾ പുൽപ്പള്ളിയിലേക്ക് വണ്ടി നന്നാക്കാൻ വേണ്ടി പുൽപ്പള്ളിയിലേക്ക് വരുന്ന വഴിക്ക് പാഴ്സ മുതൽ ഞങ്ങളെ പിന്തുടരുകയും ഞങ്ങളുടെ മുമ്പിൽ കയറി ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഞങ്ങൾ സൈഡ് കൊടുക്കാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കയറി പോലീസ് സ്റ്റേഷൻ സൈഡ് വെച്ച് ഇവർ ഞങ്ങൾ ഒപ്പം വരികയും പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്ത് വെച്ച് ഇവരെ ആക്രമിക്കുകയും ചെയ്തു. പോലീസുകാർ അപ്പോഴത്തേക്ക് പോലീസുകാർ ഓടി വന്ന് തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവരെ കൊല്ലിയാൻ ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അവരത് പറയുകയും ചെയ്തു. ഇതേ സ്റ്റേഷനിൽ കയറി വിളിച്ചാലും പിന്നെ ഞങ്ങൾ വെറുതെ കൊല്ലുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആക്രമിച്ചത്. വിവരങ്ങളുമായി വയനാട് നിന്ന് ആഷിഖ് റഹ്മാൻ ചേരും. ആഷിഖ്, ഈ യോഗത്തിലുണ്ടായ കയ്യാങ്കളി പിന്നീട് പിന്തുടർന്ന് ചെന്നുള്ള മർദ്ദനത്തിലേക്ക് എത്തുന്നു. ആരൊക്കെയാണ് ആരോപിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസ് യോഗത്തിലെ തർക്കം അത് പരസ്യമായി പുറത്തേക്ക് കൂടി എത്തിയ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ഇന്ന് രാവിലെയാണ് ഈ മുള്ളൻകൊല്ലിയിൽ ഒരു വികസന സെമിനാർ നടക്കുകയും അവിടെ ND അപ്പച്ചൻ അടക്കമുള്ള ആളുകൾ അപ്പച്ചനോട് ഈ പ്രവർത്തകർ കയർക്കുന്ന രാവിലെ തന്നെ വലിയ വാർത്തയായിരുന്നു. ND അപ്പച്ചനെ ചെറിയ രീതിയിൽ കയ്യാങ്കളിയായ കാര്യമെല്ലാം രാവിലെ വാർത്തയാണ്. പക്ഷേ ഈ യോഗത്തിൽ ഇത്തരത്തിൽ ഈ ND അപ്പച്ചനോട് തർക്കിച്ച എബിൻ എന്ന് പറയുന്ന ഒരു പ്രവർത്തകനെ ഈ PD സജി, അതായത് DC ജനറൽ സെക്രട്ടറിയാണ്, ND അപ്പച്ചനോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. അയാൾ ആദ്യഘട്ടത്തിൽ തന്നെ കാണിച്ചു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നാണ് ഈ എബിനും സജിയും അറിയിക്കുന്നത്. തുടർന്ന് അവർ നേരിട്ട് പുൽപ്പള്ളി പോലീസിൽ പരാതി നൽകി. ഈ പരാതിയുടെ പ്രതികാരം എന്നോണമാണ് വൈകിട്ടോടുകൂടി ഏകദേശം 5:00 ഒരു വണ്ടി, അതായത് ഏകദേശം 4 അംഗ സംഘം ഇവരെ പിന്തുടരുകയും പുൽപ്പള്ളി ടൗണിലും അതുപോലെ പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇവരെ മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ ഇവർ പ്രധാനമായി ആരോപിക്കുന്നത്. ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുകയും പോലീസുകാർ പുറത്തെത്തിയാണ് തങ്ങളെ രക്ഷപ്പെടുത്തിയെന്ന് ഇവർ പറയുന്നുണ്ട്. തുടർന്ന് ഇവരുടെ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 കേസുകൾ നിലവിലുണ്ട്. ആദ്യം ഈ PD സജി ഈ DCC മുള്ളൻകൊല്ലിയിലെ ഓഫീസിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയതും, രണ്ടാമത് ഈ പരസ്യമായി പുറത്ത് പുൽപ്പള്ളിയിലും അതുപോലെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ചത്, ഇങ്ങനെ 2 കേസുകൾ നിലവിലുണ്ട്. ഇത് രണ്ടും മർദ്ദനമേറ്റ എബിന്റെ പരാതിയിലാണ്. എന്തായാലും ഈ പുൽപ്പള്ളിയിലെ വലിയ രീതിയിലുള്ള ഈ കോൺഗ്രസിലെ വിഭാഗീയത, പ്രത്യേകിച്ച് ND അപ്പച്ചൻ വിഭാഗവും അതുപോലെ തന്നെ IC ബാലകൃഷ്ണൻ, KL പൗലോസ് വിഭാഗവും തമ്മിലുള്ള തർക്കം യോഗത്തിൽ വലിയ രീതിയിൽ തർക്കമാവുകയും കയ്യാങ്കളി വരെ നീങ്ങിയെങ്കിൽ പോലും വൈകിട്ടോടുകൂടിയാണ് അതൊരു പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് പുറത്തേക്ക് വരെ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇത് വരും ദിവസങ്ങളിൽ മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസിനെ വലിയ രീതിയിൽ പിടിച്ചെടുക്കുന്നതായിരിക്കും. നേരത്തെ തന്നെ ഇവിടെ മുള്ളൻകൊല്ലിയിൽ വലിയ രീതിയിൽ വിഭാഗം നിലനിൽക്കുകയും KPC തന്നെ ഇവിടെ അന്വേഷണ കമ്മീഷനെ അടക്കം നിർത്തി ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നതിനിടയിലാണ് ഇന്ന് ഈ രാവിലെ യോഗം നടക്കുകയും വലിയ സംഘർഷത്തെ ഒരു കയ്യാങ്കളിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നാളെയും ഇതിന്റെ തുടർച്ച ഉണ്ടാകാനാണ് സാധ്യത. അഖില.